എല്ലാവർക്കും നമസ്കാരം. ടോംസ് വ്ലോഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല പോത്തിന്റെ ലിവർ ഫ്രൈ ചെയ്തത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ലിവർ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് പോത്തിന്റെ ലിവർ, അതായത് രണ്ട് ടൈപ്പ് ലിവർ ഉണ്ട്. വൈറ്റ് ലിവർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. നമ്മൾ ബ്ലാക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. വൈറ്റ് പൊതുവെ ആരും അങ്ങനെ കഴിക്കാറില്ല. ബ്ലാക്ക് ലിവർ വാങ്ങി നമ്മളത് നന്നായിട്ട് കട്ട് ചെയ്ത് ഒരു 4-5 വലിയ പീസുകളാക്കി കട്ട് ചെയ്യണം. അതിന് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിന് മുകളിലൊരു ചെറിയ പാടയുണ്ട്. വളരെ തിന്നായിട്ടുള്ളൊരു പാടയാണ്. അത് നമ്മൾ കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാവുന്നൊരു പാടയാണ്. ഈ പാട പൊളിച്ച് കളഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അത് വയറിന് ചിലർക്കൊക്കെ അത് ഒരു വയറുവേദനയോ അല്ലെങ്കിൽ ദഹനത്തിൻ്റെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ഈ ചെറിയ പാട പൊളിച്ച് കളയും. അങ്ങനെ അതിനുശേഷം അത് 4-5 പീസുകൾ, വലിയ പീസുകളാക്കി കട്ട് ചെയ്ത് ശരിക്കും നല്ല വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്യണം. കാരണം ഇതിൻ്റെ ബ്ലഡിൻ്റെ എല്ലാ ബ്ലഡിൻ്റെ ഇതും അതിനകത്തുനിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇതൊരു പാത്രത്തിലിട്ട് നമുക്കിത് കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ചിലരൊക്കെ ഇത് വേവിക്കാതെ തന്നെ ഡയറക്റ്റ് ഫ്രൈ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്യുക. കുറച്ച് വെള്ളത്തിൽ ഒരു പാത്രം എടുക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ലിവർ അതിനകത്തേക്ക് ഇടുക. അതിൻ്റെ ഒപ്പം തന്നെ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വേപ്പിലയും കൂടിയും ആഡ് ചെയ്യാം. കാരണം വേപ്പിലയൊക്കെ ആ ടൈമിൽ ആഡ് ചെയ്യുമ്പോൾ ആ ലിവറിന് കുറച്ചും കൂടി ആ ടേസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ആഡ് ചെയ്ത നമ്മൾ ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്നുള്ള വേസ്റ്റ്, ആ ബ്ലഡും വേസ്റ്റ് എല്ലാം പുറത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമ്മളത് തിളച്ച് കഴിയുമ്പോൾ അത് താഴെ ഇറക്കി വെച്ച് ഒന്നുകിൽ അതിലെ വെള്ളം ഊറ്റിക്കളയാം, ഇല്ലെങ്കിൽ നമുക്കതൊരു നല്ല പ്ലക്കർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഓരോ പീസ് മതിയെന്ന് വെള്ളത്തിൽ നിന്ന് എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മാറ്റിയ ലിവറിൻ്റെ പീസ്, വലിയ പീസ് ഒന്ന് ചെറുതായിട്ട് ഒരു വെള്ളത്തിൽ ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള പൊടി കൂടി ക്ലീനായി കിട്ടും. അതിനുശേഷം നമുക്കൊരു ചെറിയ പീസുകളാക്കി ഇതിനെ നുറുക്കാം. ലിവർ ചെറിയ പീസുകളാക്കി നുറുക്കിയാലാണ് നമുക്കത് ഫ്രൈ ചെയ്യാനായിട്ട് ഇറച്ചി കട്ട് ചെയ്യുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാവുന്നതുള്ളൂ. കാരണം ലിവറാകുമ്പോൾ നല്ല കാരണം ഇത് വെന്ത ലിവറാണ്, അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ചൂട് ഒന്ന് ആറിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. കട്ട് ചെയ്ത് നമ്മൾ പ്ലേറ്റിലാക്കി വയ്ക്കാം. അതിനുശേഷം ഉരുളി അടുപ്പത്ത് വയ്ക്കുക. നല്ല വെളിച്ചെണ്ണ, നല്ല നാടൻ വെളിച്ചെണ്ണ. ഞാനിപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നിർമ്മലിൻ്റെ വെളിച്ചെണ്ണയാണ്. കീർത്തി നിർമ്മലിൻ്റെ വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നല്ല തനി നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് കീർത്തി നിർമ്മലിൻ്റെ. അതൊഴിക്കുക. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചതച്ചതും ഒരു സവാള അരിഞ്ഞതും കൂടി അതിനകത്തേക്ക് ഇടുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടാണെങ്കിൽ പെട്ടെന്ന് അത് വഴന്ന് കിട്ടും. അങ്ങനെ അത് ഒരു ചെറിയ ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഒന്ന് വാടി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, അതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൂടുതൽ കുറച്ച് വേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴറ്റുക. ഈ വഴന്ന് വന്നു കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ പച്ചമുളക് ഒരല്പം ചതച്ച് വെച്ചിട്ടുണ്ട്. ആ പച്ചമുളക് കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. കാരണം കൂടുതൽ എരിവില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടി നാടൻ മഞ്ഞൾപ്പൊടിയാണ്, നല്ല കളറുള്ള മഞ്ഞൾപ്പൊടിയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഉണക്കമുളക് ചതച്ചത് അതുകൂടി ഇട്ടിട്ടുണ്ട്. കാശ്മീരി ചില്ലിയും ഉണക്കമുളക് ചതച്ചതും കൂടിയാണ് മിക്സായിട്ടാണ് ഇടുന്നത്. അപ്പോൾ കുറച്ച് നമ്മളുടെ എരിവ് ആവശ്യത്തിന്, ഇപ്പോൾ നമ്മൾ കുറച്ച് എരിവ് കുറച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിനാവശ്യം ആവശ്യമുള്ളത് കൂടുതൽ യൂസ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്ത് മറ്റേ ഇറച്ചികളെ പോലെ അത്രയധികം നെയ്യ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ഈ ലിവർ മിക്സ് ചെയ്യുക. ലിവറിട്ട് നന്നായിട്ട് ഈ മസാല എല്ലാം എടുത്ത് ആവത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേറ്റവും നന്നായിട്ട് ചേർക്കേണ്ട ഒരു ഐറ്റം കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് മിക്സാക്കി
നമ്മൾ ശരിക്കും തീ കുറച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഡാർക്ക് കളറിൽ നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലിവർ ഫ്രൈ. പോത്തിൻ്റെ ലിവർ ഫ്രൈ നല്ല ഡാർക്ക് കളറിലാക്കിയത്. സൂപ്പർ, മസ്റ്റ് ട്രൈ ഐറ്റം കേട്ടോ. അപ്പം നന്നായിട്ട് കുക്ക് ചെയ്യുക, നന്നായിട്ട് കഴിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.